അടിമാലി താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. പഞ്ചായത്തിനെതിരെ നിരാഹാര സമരം നടത്തിയ അവശനായ വൃദ്ധന് ചികിത്സ നൽകരുതെന്നാവശ്യപ്പെട്ട് ഡോക്ടറെ കയ്യേറ്റം ചെയ്ത വൈസ് പ്രസിഡന്റ് ബിനു ചോപ്രയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാതെ പോലീസ് ഇയാളെ സംരക്ഷിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മാലിന്യ നീക്കം കാലങ്ങളായി തടസ്സപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ ഹനീഫ എന്ന വൃദ്ധൻ നിരാഹാര സമരം നടത്തിയിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഹനീഫയെ കഴിഞ്ഞ ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു ചോപ്ര ഇദ്ദേഹത്തിന് ചികിത്സ നൽകരുതെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഡ്യൂട്ടി ഡോക്ടറായിരുന്ന സ്മിതയെ ഇയാൾ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും മരുന്ന് കുറിപ്പടികൾ വലിച്ചു കീറുകയും ചെയ്തു. വളരെ മോശമായ ഭാഷയിൽ ഞാൻ എടി എന്ന് വരെ വിളിച്ചു. നീ ആരാണ് എൻ്റെ ഇത് ചെയ്യാൻ, നിന്റെ ജോലി തെറിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് വളരെ മോശമായി കുറേ പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത ഒപ്പിച്ചിട്ട് വലിച്ചു കീറി ചുരുട്ടി നിലത്തെറിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്തത്. ബിനു ചോപ്രയ്ക്കെതിരെ ഡോക്ടർ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തില്ല. തുടർന്ന് ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും കഴിഞ്ഞ ദിവസം OP ബഹിഷ്കരിച്ച് സമരം നടത്തി. ബിനുവിനെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. നാട്ടുകാരും ശക്തമായ പ്രതിഷേധം ആരംഭിച്ചതോടെ 2 ദിവസത്തിന് ശേഷം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യാമെങ്കിലും ഇതുണ്ടായിട്ടില്ല. IPC 353, 294B ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തുവെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ബിനു ചോപ്ര രാജിവെക്കേണ്ടി വരും. ഇതുണ്ടായാൽ ഭരണസമിതി UDFന് നഷ്ടമാകും. അതിനാൽ ഇയാളെ സംരക്ഷിക്കാൻ UDF നേതാക്കൾ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.